ഈ ഹൈ ക്വാളിറ്റി സിനിമാറ്റിക് ജെയിംസ് കാമറൂൺ ലെവൽ അല്ലെങ്കിൽ നോളൻ ലെവൽ ഫിലിം മേക്കിംഗ് ഒന്നുമില്ല ആൾക്കാർ തന്നെ. അതിനെ ഉം, റിട്ടാർഡ് മാക്സിംഗ് എന്ന് പറയും. പുതിയൊരു വിഷ്വൽ ഡിസൈൻ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേഷൻ സ്റ്റൈലാണ് റിട്ടാർഡ് മാക്സിംഗ്. അത് ക്വാളിറ്റി ഒന്നും നോക്കണ്ട, യു ഡു ഇറ്റ് ആൻഡ് ഉം, പോസ്റ്റ് ഇറ്റ്. ഉം, 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 ലൈറ്റിംഗ്, ക്യാമറ ക്വാളിറ്റി ഉം, ബെറ്റർ. ഒരു നല്ല മൈക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉം. കേക്കാലോ. ഓക്കെ. വിഷ്വലിനേക്കാൾ കൂടുതൽ സൗണ്ട് ക്വാളിറ്റിക്കാണ് ഇവര് അതെ, അതെ, കാരണം ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ഇരിക്കുന്നത് എന്തിനാ ഇപ്പൊ നമ്മൾ കേൾക്കാൻ വേണ്ടിട്ടാ. രണ്ടുപേരും മോൻ കണ്ട അത് ആവശ്യമില്ലല്ലോ. അതെ, കേൾക്കാനാണല്ലോ. നമ്മൾ പബ്ലിഷ് ചെയ്യുമ്പോൾ അതിലെനിക്ക് തോന്നുന്നു അതിലൊരു ഓപ്ഷൻ കൂടി ഉണ്ടാവും, പോഡ്കാസ്റ്റ് ആണ്. പിന്നെ അതുകൊണ്ട് സൗണ്ട് ട്രാക്ക് ഈ പോഡ്കാസ്റ്റ് ആയിട്ടും കൂടി പബ്ലിഷ് ചെയ്യണം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആ, അപ്പോൾ ഓക്കെ. ആൾക്കാർക്ക് വേണമെങ്കിൽ ഈവൻ വെറുതെ ശബ്ദം കേൾക്കാനും മതി, മീൻസ് വീഡിയോ ഇല്ലാതെ അതെ, അതെ, അത് അത് വർക്കാവും. അതെ. എനിവേ, സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പൊ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ മോസ്റ്റ്ലി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ എയർപോർട്ടിലേക്ക് നമ്മൾ എന്തായാലും നേരത്തെ പോകണം. വേണം. അപ്പൊ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് സെറ്റായിട്ട് പിന്നെ പ്ലെയിനിൽ കയറി കിടന്ന് ഉറങ്ങി ചെല്ലണതാണ്. ഉം. അല്ലാതെ അവിടുന്ന് പ്ലെയിനിൽ നിന്ന് എന്തെങ്കിലും കഴിക്കണേക്കാട്ടൊക്കെ നല്ലതേ അതെ. അതാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ഉം. ഇവിടുത്തെ ഒരു ഇതെന്താ വെച്ചാൽ, ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള എന്താ വെച്ചാൽ, ഇവിടെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അത്ര കത്തിയല്ല. ഉം. ഇവിടെ ഭയങ്കര, ആ, ഇവിടെ ചായ 250 കുറഞ്ഞില്ല. അതെ, 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 അതെ. ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. സി, ഇവിടെയും കോഫി പുറത്തുനിന്ന് കഴിക്കുന്നതിനെക്കാട്ടിലും ഇത്തിരി കൂടുതലാണ്, പക്ഷെ മേ ബി ഒരു $1 ഉം. ഒക്കെയുള്ളൂ കൂടുതൽ. ആ. ഓക്കെ. പക്ഷെ അതായത് ഇപ്പൊ നമ്മളിപ്പോ ഇവിടുന്ന് പുറത്തുനിന്ന് ഒരു ഭക്ഷണം കഴിക്കുക, അവിടുന്ന് കഴിക്കുകയാണെങ്കിലും വലിയ വ്യത്യാസമില്ല. ഉം. പക്ഷെ നമ്മുടെ നാട്ടില് എന്താ പറയാ, ഞാൻ ഒരു ചായ 250 രൂപയ്ക്ക് ഒരു ചായ കുടിച്ചപ്പോൾ എനിക്ക് ഞെട്ടിപ്പോയി. അത് വൃത്തികെട്ട ചായ, ഒരു വായിലേക്ക് വെക്കാൻ പറ്റാത്ത ചായ. ഉം. അപ്പോൾ അത് അങ്ങനെ ഒരു വലിയ ഡിഫറൻസ് ഉം. ഉണ്ട് ഇവിടെ. ഇവിടെ അത്ര മീൻസ് ഇവിടെ എന്ന് വെച്ചാല്, ഞാൻ നാട്ടിൽ എന്താ നോക്കണേ അറിയോ, നാട്ടില് ഇപ്പൊ കൊച്ചി എയർപോർട്ട് എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ ബാക്കിയുള്ള എയർപോർട്ടുകൾ ഒരു 5 സ്റ്റാർ ലെവലിലാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ശരി, ശരി. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ പണക്കാരാണെന്നുള്ള ഒരൊറ്റ അസംഷനാണ്. ഉം. ഓക്കെ. നമ്മളിപ്പോ ഇവിടുന്ന് നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് അവിടെ ചിലപ്പോൾ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. ഉം. പ്ലെയിനിൽ പോവാന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ വേഗത്തിലെത്തുന്നു. അത്രേ ട്രെയിനിൽ ഉള്ളൂ. പോണ ആൾക്കാർ പാവങ്ങള്, പ്ലെയിനിൽ പോണ ആൾക്കാർ അൾട്രാ റിച്ച് ആണെന്നുള്ള ഒരു അസംഷനാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പൊ ഉം. ഒരു എയർപോർട്ട്, അതായത് അതിന്റെ ഒന്നാമത് അതിന്റെ ഈ യൂസേജ്, എയർപോർട്ട് യൂസേജ് ഫീസും നമ്മുടെ എയർ ടിക്കറ്റിന്റെ കൂടെ ആഡ് ആവുന്നുണ്ട്. ആഡ് ആവുന്നുണ്ട്. ദാറ്റ്സ് ബിക്കോസ് ആ എയർപോർട്ട് അത്രയും വലിയ അടിപൊളി സൂപ്പർ ഡൂപ്പർ ഒക്കെ ആക്കി ഭയങ്കര ഡിസൈനിങ്ങും അതൊക്കെ ഉം. ആക്കി വെച്ചോണ്ടാണ് അത് അങ്ങനെ. പിന്നെ ഉം. രണ്ടാമത് അവിടെ നിന്ന് ഒരു ചായ കുടിക്കണമെങ്കിൽ 250, മിനിമം 250. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ളൂ ഉം. കൂടുതൽ. ഇവിടെ എന്ന് വെച്ചാൽ എയർപോർട്ട് ഡിസൈൻ, ഓക്കെ, ഐ എം നോട്ട് സെയിങ് ഇറ്റ് ഷാബി ഓർ ഉം. അഗ്ലി, ബട്ട് ഇറ്റ്സ് വെരി ഫങ്ഷണൽ. ഫങ്ഷണൽ ആണ്. അത്രേ ഉള്ളൂ. ഇറ്റ് ഇസ് നോട്ട് ഒരു എയർപോർട്ട് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു ഷോക്കേസ് ഐറ്റം അല്ല. ഉം. ഇറ്റ് ഇസ് എ ഫങ്ഷണൽ തിങ്, വെരി വെൽ ഡിസൈൻഡ്, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇറ്റ് ഇസ് നോട്ട് എ ഷോക്കേസ് ഐറ്റം. ഉം. താജ്മഹൽ ഉണ്ടാക്കണ പോലെ അല്ലാതെ 5 സ്റ്റാർ ഹോട്ടൽ ഉണ്ടാക്കണ പോലെ അല്ല അവർ ഉം. ചെയ്തിരിക്കുന്നത്. ഉള്ളില് ഓഫ് കോഴ്സ് നമ്മൾ ഇന്റർനാഷണൽ ടെർമിനലൊക്കെ പോവുകയാണെങ്കിൽ ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട്, മറ്റേ ഉം. വലിയ ലൂയി വിട്ടോൺ ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട്. ഉമേ എന്നാലും ഉമേഷ് ബാംഗ്ലൂർ എയർപോർട്ട് പോയിട്ടുണ്ടോ? ടെർമിനൽ 2 ഫുള്ള് ഇല്ലില്ല. ബാംബൂലോ. അതൊരു തിങ് ഓഫ് ആ, ബ്യൂട്ടി ആണ് കേട്ടോ. പക്ഷെ അത് അതാ ഞാൻ അത് പറയണത്, പറയാതെ വയ്യ. ഈ ബ്യൂട്ടി, ഉം. ഞാൻ സമ്മതിച്ചു ഉം. ബ്യൂട്ടിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ബ്യൂട്ടിന്റെ മറു സൈഡാണ് ഞാൻ ഈ പറയണത്. അതെ, നമ്മുടെ ഓട്ടോമാറ്റിക്കലി ഉം, എയർപോർട്ട് യൂസേജ് ചാർജസ് കൂടും, കൂടും. അതെ. കാരണം അത്രയ്ക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ മെയിൻ്റനൻസും അപ്കീപ്പും അങ്ങനെയാണ്. പിന്നെ രണ്ടാമത് ഉള്ളിലത്തെ ചെലവുകൾ ഭയങ്കര കത്തി ചെലവുകളാണ്. ഉം. ഒരു സാധനം വെള്ളം കുടിക്കുകയാണെങ്കിൽ, അതായത് ഇത്ര പോകുന്ന ബോട്ടിൽ വെള്ളം നമ്മൾ 100-200 രൂപ കൊടുത്തിട്ട് വാങ്ങിയിട്ട് കുടിക്കണം. ഉം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഉം. നമ്മൾ ഭക്ഷണം കഴിക്കാൻ അങ്ങനത്തെ ഒരു കത്തിയല്ല. ആ. ഈവൻ വെള്ളം പിന്നെ ഫ്രീ ആണ്. ഉം. വെള്ളം വാങ്ങരുത് എന്നാണ് അവർ തന്നെ പറയുന്നത്. അവർ ഉം. ഫിൽറ്ററിങ്, മറ്റേ ഫിൽറ്റേർഡ് വാട്ടർ ഉണ്ട്. അത് പിന്നെ ഇവിടെ ഉണ്ട്, പുറത്തുണ്ട്. നമുക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഉം. വെള്ളം വാങ്ങേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പം അങ്ങനെ ഒരു ഇതുണ്ട്. നാട്ടിൽ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം അതാണ്. ആം, ഈ ഈ 5 സ്റ്റാർ ഹോട്ടൽ എയർപോർട്ട്സ്. ചില എയർപോർട്ടുകൾ ലൈക്ക് ഈ ബാംഗ്ലൂർ ടെർമിനൽ 2 ഒക്കെ പറഞ്ഞ പോലെ നമുക്കത് എൻജോയ് ചെയ്യാം.
ഉം. ഫുള്ള് ഗാർഡനും ഹാങ്ങിങ് ഗാർഡൻസ് അതൊക്കെ ആക്ച്വൽ Yeah. ലിവിങ് ഗാർഡൻസ് നോട്ട് പ്ലാസ്റ്റിക് ആ. പ്ലാന്റ്സ്. No, അത് ഞാൻ അതിനെ ഇത് പറയുന്നില്ല. പക്ഷെ ഒരു സി അൾട്ടിമേറ്റ്ലി എയർപോർട്ട് എന്ന് പറയുന്നത് ഒരു ട്രാവലിംഗ് അത്രേ ഉള്ളൂ, ഹബ്ബാണ്. ഹബ്ബാണ്. ഓക്കെ, അത് പോയിട്ട് ഇവരിങ്ങനെ ചെയ്തു വെച്ചു എന്ന് പറഞ്ഞിട്ട് അതിന്റെ ക്ഷീണം നമുക്ക് തന്നെയാണ്. ഗാർഡനൊക്കെ ഉണ്ട്, സമ്മതിച്ചു. മനസ്സിലായില്ലേ? അത് ദാറ്റ് ഇസ് വൈ ഇപ്പോൾ ഏതെങ്കിലും ടിക്കറ്റ് ചീപ്പായിട്ട് വരുന്നുണ്ടോ? ഇല്ല ഇല്ല. ഒക്കെ മറ്റേ എക്സ്പെൻസീവ് ഉം. ടിക്കറ്റ്സും ഇതാണ്. അത് ഈ മോസ്റ്റ്ലി ഇറ്റ് ഇസ് അതിൻ്റെ ഒരു ഭാഗം ഈ എയർപോർട്ടിന്റെ ഇതാണ് അതിന്റെ ഒരു ഭാഗമായിട്ട് ആഡ് ആവുന്നത്. ഉം. ഈ യൂസേജ് ഫീസും പിന്നെ ബാക്കിയുള്ള ചെലവുകളും ഓക്കെ. ഒക്കെ. അപ്പൊ പിന്നെന്തൊക്കെയാ ഞാനപ്പോ അതുകൊണ്ട് ചോദിക്കായിരുന്നതേ ആ ഗ്ലാസിന്റെ കാര്യം. ലാസ്റ്റ് വീക്ക് സംസാരിച്ചപ്പോ നമുക്ക് വേറെ ടിൻഡഡ് ഗ്ലാസ് ആയിരുന്നു കളർ. അപ്പൊ അതൊക്കെ എടുത്തു വെച്ചിരിക്കുകയാണ്. അങ്ങനെയല്ല. അതെന്താ വെച്ചാല് ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ നമ്മുടെ വൈഫിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതെ അതെ. അവർക്ക് ഇപ്പൊ ആ. സ്ത്രീകൾക്ക് എന്ന് വെച്ചാല് നമുക്ക് ആകെ ഒരു ടീഷർട്ടും ഉണ്ട്, ഷർട്ടും ഉണ്ട്, ഒരു ജീൻസും ഉണ്ട്, അയ്യോ അത് സത്യം. അല്ലേ? അപ്പൊ ആണ് നമ്മൾ ആലോചിക്കുന്നത് നമുക്ക് എന്താണ് ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ ഞാൻ കണ്ടുപിടിച്ച ചില ഐഡിയാസ് ആണ് ആ. കണ്ണട മാറ്റിക്കൊണ്ടിരിക്കാം. കുറെ കളറുകൾ വാങ്ങി വെക്കുക. ഉം. അങ്ങനെ ഓരോ കളർ മാറ്റി, അപ്പൊ അതിന്റെ ഒരു രസം. രസം. അത് മാത്രമേ അതെ. പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളെന്താ വൈറ്റ് ബ്ലാക്ക് ബ്ലൂ. ഞാൻ ഇന്ന് രാവിലെ ഈ ഷർട്ട് ഇട്ട് ഇറങ്ങിയപ്പോ അമ്മ അമ്മ തന്നെ പറഞ്ഞത് എന്തുവാടാ അത്, എല്ലാം ബ്ലൂ ആണല്ലോ. ആ. അതെ. നമുക്ക് അപ്പൊ ഇന്ന് വേറെ ഇത് ഈ എപ്പിസോഡിൽ ചോപ്പ്, ആ, അടുത്ത എപ്പിസോഡ് അടുത്ത വേറെ എപ്പിസോഡിൽ വേറെ കളർ ഇറങ്ങും. വേറെ കളർ. ഇതേത് ബ്രാൻഡ് ഏതാ? ഇതിവിടെ ഓസ്കർ വൈലി എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡ് ഉണ്ട്. ആ, നമ്മുടെ US ഇവരില്ലേ, എന്താ പറയാ, വോബി പാക്കർ ഇല്ലേ? ബോബി ബാക്കർ. ആ, യെസ്. ആ, സെയിം ഫണ്ടയാണ്. ആ, അതെ. ഇവിടെ ഇതുപോലെ രണ്ട് മൂന്ന് ബ്രാൻഡുകൾ അത് ഉണ്ടാക്കുന്നുണ്ട്. പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്. ഇതുപോലെ ഓപ്ഷൻസ് ഭയങ്കര കൂടുതലാണ് അല്ലേ? അതെ അതെ അതെ. ഇങ്ങനത്തെ നല്ല ഡിസൈൻ ഉണ്ട്. പക്ഷെ കത്തിയല്ല, മറ്റേ ഓക്കെ. ലക്സോട്ടിക്ക പോലെ കത്തിയല്ല. സെയിം ഫണ്ടാണ് ബോബി പാക്കറിന്, സെയിം ഫണ്ട്. എനിക്ക് തോന്നുന്നു ബോബി പാക്കർ ഒന്നും കൂടിയും വേറെ ലെവലാണ് പ്രീമിയം തോന്നുന്നത് ആണ്. എനിക്ക്. ആ. ആ, ഇവിടെ കുഴപ്പമില്ല. ഉം. പക്ഷെ ഇവിടെ മൊത്തം എനിക്ക് ഈ ഗ്ലാസ് പിടിപ്പിക്കലൊക്കെ ഇവിടെ കത്തിയാട്ടോ. ആ. ഐ മീൻ ഇൻ ജനറലാണ് പറയണത്. പവേർഡ് ഗ്ലാസ് അല്ലേ? ആ പവർ ഗ്ലാസ് ഒക്കെ നല്ല കത്തിയാ. പിന്നെ അതുമല്ല, ഇപ്പം ഞാൻ ഇന്നാളെ നാട്ടിൽ പോയപ്പോഴേ അച്ഛനും അമ്മയ്ക്കും എനിക്കും കൂടിയിട്ട് ഞാൻ മറ്റേ ഈ നമ്മുടെ ഇതില്ലേ ലെൻസ് കാർട്ട് പോയിട്ട് ലെൻസ് കാർട്ട്. ആ, വളരെ വളരെ കമ്മിയാണ്. കമ്മിയാ. മീൻസ് ഇത് ലെൻസ് കാർട്ടാ. എനിക്ക് ആ വേറെ ഒന്നും കിട്ടാഞ്ഞിട്ട് ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ ട്രാൻസ്ലൂസന്റ് കിട്ടാനായിട്ട് ഇത് മാത്രമേ ഉള്ളൂ. ആ ഇത് ഫൗണ്ടറുടെ പേരില്, ബൻസാലിന്റെ പേരിലാണ് ഈ ഗ്ലാസ് അറിയപ്പെടുന്നത്. അത് ശരി. അയാൾ അത് സ്ഥിരം ശരി. ഇത് ആ പറയും. ഇതിൽ തന്നെ പല കളേഴ്സ് ഉണ്ട്. ആ അപ്പൊ അപ്പൊ എനിക്ക് വളരെ മാന്യമായിട്ട് തോന്നുന്നു. അപ്പൊ ആക്ച്വലി അടുത്ത പ്രാവശ്യം മുതൽ ശേഷം ഇവിടുന്ന് ഫ്രെയിം വാങ്ങിയിട്ട് അവിടെ ചെന്നിട്ട് ഗ്ലാസ് പിടിപ്പിച്ചാലോ എന്ന് വരെ ഞാൻ ആലോചിക്കുന്നുണ്ട്. ഇത് ഇവിടെ നല്ല കത്തിയാ. നല്ലത്. പിന്നെന്താ അവിടെ എന്താ പിന്നെ മഴയാണോ? ഇവിടെ മഴ നെക്സ്റ്റ് വീക്ക് തുടങ്ങും. IMDയുടെ ഓ. ഫോർകാസ്റ്റ് ജൂൺ ഫസ്റ്റ് വീക്കിൽ മൺസൂൺ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. എന്നാലും മഴ ഓൺ ആൻഡ് ഓഫ് ഉണ്ട്. ഉം. സ്കൂള് തുറക്കുകയാണ് നാളെ. അതിന്റെ വേറെ ചാലഞ്ചസ്. ഓട്ടം. ആ ആ. അനൂപിന് കുട്ടികളുണ്ടോ? ഒന്ന് ഒന്ന്. ഒന്ന്. ഉം. ഓക്കെ. അവൻ ആൺകുട്ടി അവൻ പെൺകുട്ടി? ആ ധ്യാൻ ആൺകുട്ടി. ആ ആ. അവൻ 11 ആയി, അത് ശരി. 7ാം ക്ലാസ്സിലായി. അവന്റെ വളർച്ച കാണുമ്പോഴോ ടൈം ഇസ് ആ. ഗോയിങ് റിയലി അത് ശരി, ഫാസ്റ്റ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ അച്ഛനാണ്. ആ, 7ാം ക്ലാസ്സിലേക്ക് നാളെ 7ാം ക്ലാസ്സിലോ, അവൻ 6ാം ക്ലാസ്സിലാണ്. അത് ശരി. അയ്യോ, അത് നമ്മളെ ഭയങ്കര ഗ്രൗണ്ടിങ് ആയിട്ടുള്ള പ്രോസസ്സാണ്. മനസ്സിലായി ഈ പാരന്റിങ്. അല്ല, വൈഫ് ഉള്ളതുകൊണ്ട് മാനേജ് ചെയ്ത് പോകുന്നവനെ. അതർവൈസ് ഇറ്റ് വുഡ് ഹാവ് ബീൻ ടഫ്. ഞാൻ വർക്കഹോളിക് ആയതുകൊണ്ടുള്ള പ്രശ്നമാണ്. അത് എപ്പോഴും വർക്കായിരിക്കില്ല. അപ്പൊ അവനിങ്ങനെ ഞാൻ ഈ ഡെയിലി ക്രിയേറ്റീവ് അതൊക്കെ ഇരിക്കും. അതിരിക്കുന്നത് രാത്രി 10 മണിക്ക് ശേഷമാണ്. അപ്പൊ അവൻ വന്നു വരും. ഇപ്പോഴൊന്നും വരുന്നില്ല. 2 years ബാക്ക് ഒക്കെ ആകുമ്പോൾ അവന് 8, 9 ഒക്കെ വയസ്സായിരുന്ന സമയത്ത് ഞാൻ വേണം, എന്നാലും അവൻ ഉറങ്ങുള്ളൂ. അപ്പൊ അവൻ വന്നു, അച്ഛാ വർക്കൊന്നും കഴിഞ്ഞില്ലേ? വർക്കല്ല ഇത്, ഹോബിയാന്ന് അവനറിയില്ലല്ലോ. പിന്നെ അവന് മനസ്സിലായി, ഓക്കെ ഇത് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് പെർസ്യൂ ചെയ്യുന്ന ഒരു എഫേർട്ടാണ്. അപ്പൊ അവന് സൈഡിൽ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ വരയ്ക്കുകയോ വായിക്കുകയോ ഒക്കെ ചെയ്യും. അപ്പൊ നമുക്കൊരു വിഷമം തോന്നും, ഓ നമ്മുടെ നമ്മുടെ സ്വാർത്ഥത കാരണമാണല്ലോ ഇവ ബുദ്ധിമുട്ടുന്നത്. യൂസ്ഡ് ടു.
എവിടെയെങ്കിലൊക്കെ ഒന്ന് വരയ്ക്കും. ഇത് ചെയ്യും. അവൻ വരയ്ക്കും, പക്ഷെ അങ്ങനെ ആ ഒരു സ്കിൽ അവന് ഡെവലപ്പ് ഒന്നും ആയിട്ടില്ല. ഉം, ഉം, പക്ഷെ അവൻ വരയ്ക്കുന്ന ഡെയിലി എന്തെങ്കിലുമൊക്കെ അവൻ ചെയ്യും. അവൻ ഇതുപോലെ ഡെയിലി ക്രിയേറ്റീവ് ആർട്ട് വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവന്റെ അപ്പൂപ്പൻ, ഓ, എൻ്റെ അച്ഛൻ ആർട്ടൊക്കെ പെർസ്യൂ ചെയ്യുന്ന ആളാ. അപ്പോ ഉം, അവന്റെ അപ്പൂപ്പൻ പറയും ഭയങ്കര ആർട്ടിസ്റ്റാ, ഇതൊന്നുമല്ല. എന്നിട്ട് ആളൊരു ഫയലിൽ എടുത്ത് വെക്കും. അപ്പൊ അങ്ങനെ ഒരു 50 ആർട്ട് വർക്ക് ഒക്കെ ആളുടെ ഫയലിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ nice. അച്ഛന് ആൾക്കാർ പ്രൊമോട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ആരെയും ഇപ്പൊ റിലേറ്റീവ്സ് ഒക്കെ വരുമ്പോൾ പറയും ഇവൻ ഭയങ്കര ആർട്ടിസ്റ്റാണ്, ഇവൻ വരയ്ക്കുന്നൊക്കെ. ഞാനല്ല, മോനെ. അങ്ങനെയൊന്നുമല്ല. ആ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ആകുന്ന. അപ്പൊ പിന്നെ അവൻ ഭയങ്കര റെസ്റ്റ്ലെസ്സാ. അങ്ങനെ ഇരുന്ന് വരയ്ക്കൊന്നുമില്ല. അപ്പോഴേക്കും അവന്റെ ഫ്രണ്ട്സ് വരും, അവൻ കളിക്കാൻ പോകും. പിന്നെ ആളെ കിട്ടില്ല, ആളെ കാണുക പോലും ഇല്ല. അപ്പൊ അതിന്റെ ഒരു മൈനർ ADHD ടൈപ്പാ. ഉം, അപ്പൊ ഉം, അതിന്റെ ഒരു ചലഞ്ച് ഉം, നമുക്ക് ഭയങ്കര പേഷ്യൻസ് വേണ്ട ഒരു സംഭവമാണ് പാരന്റിങ്. ഉം. അതെനിക്കറിയില്ലായിരുന്നു. അപ്പൊ നാളെ സ്കൂളിൽ പോകുന്നുണ്ട്. സ്കൂളിൽ പോകണമെന്നാണ് ടീച്ചർമാർ പറയുന്നത്. അങ്ങനെയല്ല, വാൻ വരും, അവൻ കയറി പോകും. ഉം. ഇപ്പൊ ആള് സെൽഫ് സഫിഷ്യന്റ് ആയി, ആ, കുഴപ്പമൊന്നുമില്ല. പിന്നെ അടുത്താണ് അല്ല, ഒന്ന് വണ്ണം. ആ, അല്ല ഞാൻ പറയുന്നത് ഫസ്റ്റ് ഡേ കൊണ്ട് താൻ പോണം അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല, വേണമെങ്കിൽ നമുക്ക് കൊണ്ട് ഡ്രോപ്പ് ചെയ്യാം. പക്ഷെ ഡ്രോപ്പ് ഉം. ചെയ്യുകയാണെങ്കിൽ സ്കൂളിൽ അറിയിക്കണം എന്നൊക്കെ പറയും. ഓ, പിക്ക് ചെയ്യാൻ നമ്മൾ വരണമല്ലോ. ഇപ്പൊ ഉം. അങ്ങനെയല്ലേ. ആള് KV-ലൊക്കെ ആയിരുന്നപ്പോൾ ഞാൻ പോവായിരുന്നു. ഇപ്പൊ വേണ്ട. പുതിയ സ്കൂളിൽ ഈ സെൽഫ് സഫീഷ്യന്റ്, കുഴപ്പമില്ല. ഏത് സ്കൂളിലാണ്? ശ്രീ രവിശങ്കറിന്റെ, ശ്രീ രവിശങ്കർ വിദ്യാമന്ദിർ, ഇവിടെ അടുത്ത് തന്നെ. അടുത്ത് തന്നെ. ഉം. ഓക്കെ. അപ്പൊ അവിടെ ഇതുപോലെ ഇങ്ങനെ സുദർശന ക്രിയ അങ്ങനത്തെ പ്രാക്ടീസുകളൊക്കെ ഉണ്ട് രാവിലെ തന്നെ, ബ്രീത്തിങ് എക്സസൈസ്. അപ്പൊ ആള് കുറച്ച് കാം ഡൗൺ ഒക്കെയാണ്. പിന്നെ ഇതുപോലെ തന്നെ ഇൻറ്റ്യൂഷൻ പ്രോസസ്, ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടാ. പിള്ളേർ ചെയ്യുന്ന ബ്ലൈൻഡ് ഫോൾഡഡ് ഒക്കെ ആയിട്ട് ആള് വായിക്കും. ഓ, പിന്നെ ഇപ്പൊ നമ്മൾ ഒരു സിമ്പിൾ ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ 5 എന്നൊക്കെ അവൻ കാണിക്കും, ബ്ലൈൻഡ് ഫോൾഡഡ് ആയിട്ട് പറയും. പിന്നെ ബ്ലൈൻഡ് ഫോൾഡഡ് ആയിട്ട് വരയ്ക്കും, കളേഴ്സ് പിക്ക് ചെയ്യും. പിന്നെ അത് പല ലെവൽ ഓഫ് ഇൻറ്റ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ കേട്ടിരിക്കുന്നത്, എൻ്റെ തന്നെ കൊളീഗിന്റെ ഒരു മകൻ, അവർ ബേസ്ഡ് ഔട്ട് US. അപ്പോൾ അവിടെ NYPD എന്ന് തോന്നുന്നു, ന്യൂയോർക്ക് പോലീസ് ആരോ സസ്പെക്ടിനെ ചേസ് ചെയ്ത് വന്നതാണ്. അപ്പോൾ അവരുടെ വീടിനടുത്ത് എത്തിയപ്പോൾ ഈ പിള്ളേർക്ക് ഇങ്ങനത്തെ സ്കില്ലുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഇൻറ്റ്യൂഷൻ വെച്ച് പറഞ്ഞു, അവര് ഈ സൈഡിലേക്കാണ് പോയിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു. അവര് എൻ്റെ ക്യാച്ചിങ് ദം. അത് അപ്പൊ ശരി. അങ്ങനത്തെ ഇൻറ്റ്യൂഷൻ ഉള്ള പിള്ളേരുണ്ട്. അപ്പൊ ഈ ലാസ്റ്റ് വീക്ക് നമ്മൾ ബാംഗ്ലൂർ പോയിരുന്നു. ഇതുപോലെ ഇൻറ്റ്യൂഷൻ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ ഒരു പ്രോഗ്രാം. ഒരു 11,000 ഓ, കിഡ്സ് വന്നിരുന്നു അവിടെ. എല്ലാം ഇനി ഇൻറ്റ്യൂഷൻ ട്രെയിൻഡ് ആണ്. പിന്നെ ലെവൽ അപ്പായിട്ടുള്ളവർക്ക് അവർ ഈ മറ്റേ മാട്രിക്സിലൊക്കെ ചെയ്യുന്ന പോലെ, നിയോ ചെയ്ത പോലെ സ്പൂൺ ബെൻഡിങ് ഒക്കെ ചെയ്യുന്നവരുണ്ടെന്നാണ് ഞാൻ ഉണ്ട്. ഓ, അറിഞ്ഞിരിക്കുന്നത്. ആ യൂട്യൂബിൽ ഓ, ഒന്ന് നോക്കി നോക്കൂ. ശ്രേയ ഉം, എന്നാണ് ഉം. ട്രെയിനറുടെ പേര്. പുള്ളിക്കാരി ഇതുപോലെ ഭയങ്കര കിടിലം സ്പെക്സ് ഒക്കെ വെച്ചിട്ടാ. ശ്രേയ ഇൻറ്റ്യൂഷൻ സെർച്ച് ചെയ്താൽ മതി, അപ്പൊ കാണാൻ പറ്റും. ഓക്കെ. ഇവൻ അത് ജസ്റ്റ് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ളൂ, ആ ലെവലൊന്നും എത്തിയിട്ടില്ല. കൊള്ളാം. അപ്പൊ ആ സ്കൂളൊക്കെ അടിപൊളിയാണ്. ഉം, ഉം. ഇങ്ങനത്തെ വാല്യൂ സിസ്റ്റം ഒക്കെ പഠിപ്പിച്ച് പിള്ളേർ കൂടുതൽ പൊതുവെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് സ്കൂളിൽ. ഓക്കെ. അത് നന്നായി. ഓക്കെ. അങ്ങനെ പിന്നെ എന്തൊക്കെയുണ്ട്? പിന്നെ സംസാരിക്കുന്ന ടോപ്പിക് ഇല്ലാതായിപ്പോയോ? ജോലിയുടെ കാര്യങ്ങൾ പറയൂ. ജോലി നന്നായി പോന്നു. ഉം. എനിക്കൊരു യൂറോപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലയന്റ് ഉണ്ട്. പിന്നെ ഓ, ബാംഗ്ലൂർ ഒരാൾ, ഒരു സ്റ്റാർട്ടപ്പ്, ദെൻ കൊച്ചിയിൽ 2 പേര്. ഉം. ആ. ഇവര് ഇപ്പൊ എന്ത് തരം പ്രോഡക്റ്റ് പറയാൻ പറ്റുന്നതാണോ അതോ? ഓക്കെ, യൂറോപ്പിലുള്ളത് ഒരു ഹോം സർവീസസ് പ്ലാറ്റ്ഫോം ആണ്. ഞാൻ ബ്രാൻഡ് നെയിം റിവീൽ ചെയ്യുന്നില്ല. ആ, സ്റ്റാർട്ടപ്പ് വെരി ഏർലി സ്റ്റേജിലാണ് നമ്മൾ ചെയ്യുന്നത്. ഉം. ലൈക്ക് നമുക്കിപ്പോൾ ഒരു ഗാർഡനറെ ഹയർ ചെയ്യണം, അല്ലെങ്കിൽ പ്ലംബർ ഹയർ ചെയ്യണം. ആ, അപ്പൊ അതിന്റെ ഒരു ആ, മാർക്കറ്റ് പ്ലേസ് അല്ല, ഒരു പ്ലാറ്റ്ഫോം ടു സെർവ് നമ്മുടെ urban കമ്പനിയൊക്കെ പോലെ. urban, കമ്പനിയൊക്കെ പോലെ അത് ശരി. ഉം, ഉം. അതൊന്ന്. പിന്നെ ഒരു സോഫ്റ്റ്വെയർ സർവീസ് കമ്പനി ബേസ്ഡ് ഔട്ട് ഓഫ് കൊച്ചി. അവരിതുപോലെ ഡെവോപ്സ്, ക്ലൗഡ് ഓപ്സ്, ടെക് ഓപ്സ് ഒക്കെ ഉം, ഫോക്കസ് ചെയ്യുന്ന. അപ്പൊ അവരുടെ ഉം. ഇന്റേണൽ ടൂളിങ്സ്, പിന്നെ അത് ശരി. കുറച്ച് കസ്റ്റമർ വർക്കുകൾ ഉണ്ട്. അപ്പൊ അവർക്ക് ഡിസൈൻ ടീം ഇല്ല ഒന്നുമില്ല ഇല്ല അവര്? ഇല്ല 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 ഇല്ല. അപ്പോ ഓ, അതന്നെ, ഫ്രാക്ഷണൽ ഡിസൈനർ. ഞാനൊരു ആ, 3 hours വെച്ച് ഈ 3 ക്ലയൻസിനും ഉം. സെർവ് ചെയ്യുന്നു. അത് ബാംഗ്ലൂർ ശരി. ഒരു അല്ല, അല്ല. വെൽനസ് കമ്പനിയാണ്. അവർക്ക് പല ഒരു ഹാബിറ്റ് ബിൽഡിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്, പിന്നെ യോഗ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ, എല്ലാം മൊബൈൽ ആപ്സ്. ഉം, അപ്പൊ ഡേ എന്ന് പറയുമ്പോൾ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം ഒരു 10-10:30 ആവും മീറ്റിംഗ്സും എല്ലാം കൂടെ. ഉം, ഉം. ശരിക്കും ഒരു 12 hours, 12, ചിലപ്പോൾ
12 hours വർക്ക് ചെയ്യുന്നു എന്നല്ല ഞാൻ പറയുന്നത്. ഉം. ബ്രേക്ക് എടുക്കും. അതിനുള്ള സമയം ഒരു ആ ദിവസത്തേക്കുള്ള ആ ഉണ്ട് ഈ മൂന്ന് ഇതിനും സമയം കൊടുക്കാനുണ്ട് എന്ന്. ഉണ്ട് 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 ഉണ്ട്. ഉം. മീറ്റിംഗ്സ് ഉണ്ടാവും. ഉം. പിന്നെ പല ഒരു 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 കമ്പനിയിൽ തന്നെ പല ടീമുകളായിട്ട് വർക്ക് ചെയ്യുന്നതും ഉണ്ട്. ഉം. അപ്പോൾ പല പല ഓക്കെ. പല പല ത്രെഡുകൾ. അപ്പോൾ ഈ ത്രെഡുകൾ മാനേജ് ചെയ്യുക, ഉം. എനർജി പോവാതെ. എനർജി ഉം. മാനേജ്മെന്റും ശരിക്കും ടൈം മാനേജ്മെന്റ് അല്ല, ടൈം എന്ന് പറയുന്ന സംഭവം ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എനർജി മാനേജ് ചെയ്യാന്ന്. നമ്മുടെ എനർജി പോവാതെ നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറയണം. പല പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിക്വസ്റ്റുകൾ വരുമല്ലോ. ചിലടത്ത് ഡിസൈനർ ഇരുന്ന് വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ എല്ലാവരും ഇപ്പൊ ഡിസൈനും കൊണ്ടാണ് വരുന്നത്, ക്ലൗഡ് ജനറേറ്റഡ് ആയിട്ടുള്ള. ഇതേ അത് ശരി. ഇതൊന്ന് ബ്യൂട്ടിഫൈ ചെയ്യണം, നാളെ ലോഞ്ച്. അപ്പൊ എത്ര സമയമുണ്ട്? 1 hour ചെയ്യണം ഒരുപാട്. അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കും ഇതിന്റെ ആവശ്യമില്ല. ഇത് ചിലത് ചെയ്യേണ്ടത് തന്നെ, ചിലത് ലാൻഡിങ് പേജ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ ഡയറക്റ്റ് ഒരു ടൂളിലേക്ക് ഒരാളെ ചെയ്യാൻ വേണ്ടിയിട്ട്, ലൈക്ക് പെർsuade ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലാൻഡിങ് പേജ് ബിൽഡ് ചെയ്യണമെന്നില്ല. ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരു ക്യാമ്പയിനോ ഒരു പോസ്റ്റോ ക്രിയേറ്റ് ചെയ്തിട്ട് ആ പോസ്റ്റിന് ഡയറക്റ്റ് ചെയ്ത് നേരെ ടൂളിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. അതിനിടയ്ക്ക് ഒരു ലാൻഡിങ് പേജിൽ ഒരു ലേ ഓവർ വരുത്തി അവിടെ നിന്ന് നമ്മുടെ എയർപോർട്ടിൽ ചെയ്ത 250 രൂപയുടെ ചായ കുടിച്ച് പിന്നെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഡയറക്റ്റ് ആയിട്ട് ചെയ്താൽ മതി. പക്ഷെ ഓരോ ടീമുകളും അവരത് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ലാൻഡിങ് പേജും പിന്നെ ഒരു ഇമെയിലറും അല്ലെങ്കിൽ പിന്നെ ഒരു ക്യാമ്പയിനും എല്ലാം കൂടെ തന്നാലേ അത് ഫുൾ പാക്കേജ് ആവുള്ളൂ എന്ന് പലരും വിചാരിക്കുന്നു. ഒരു കാര്യം എനിക്ക് എപ്പോഴും മനസ്സിലാവാത്ത, ഇപ്പൊ ഞങ്ങളുടെ ടീമിലും ചിലപ്പോൾ മീൻസ് ഇപ്പൊ അതിന്റെ പ്രശ്നമില്ല, പക്ഷെ ഉം. ഒരു കാലത്ത് ഉണ്ടായിരുന്നത്, ഈവൻ മുമ്പത്തെ ഇതിലും ഉം. നമ്മളൊരു ഹോം പേജ്, നമ്മുടെ പ്രോഡക്റ്റിന്റെ ഹോം പേജ് ഡിസൈൻ ചെയ്യുന്നത് തന്നെ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ഉം. പ്രോഡക്റ്റിനെ കുറിച്ച് ശരിക്കും മനസ്സിലാവാൻ ഉം. വേണ്ടിയിട്ടുള്ള അതെ. ഇതായിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുക. ഓക്കെ, എന്നിട്ട് മനസ്സിലാവുന്നു, ആം, മനസ്സിലായി കഴിഞ്ഞാൽ സൈൻ അപ്പ് ചെയ്യുന്നു, ഫ്രീ ട്രയൽ ആണെങ്കിൽ ട്രയൽ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതാണ് പ്രൈസിങ്, അതൊക്കെ നമ്മൾ അതിനനുസരിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുക. അതെ. പക്ഷെ പെട്ടെന്ന് നമ്മൾ ആഡ് കൊടുക്കുമ്പോൾ ആഡിൻ്റെ ആഡിനൊരു വേറൊരു ലാൻഡിങ് പേജ് വേറെ വേണം. ലാൻഡിംഗ് പേജ്. ഓ. ആ, ഇത് വെച്ചിട്ട് നല്ല മാർക്കറ്റിംഗ് ടീം വരും ഉം. ഡിസൈൻ ടീമിലേക്ക്. ആ. നമുക്ക് ലാൻഡിംഗ് പേജ് വേണം. ലാൻഡിംഗ് പേജ് അല്ലേ പ്രോഡക്റ്റിന്റെ ലാൻഡിംഗ് പേജ് ആണല്ലോ ഹോം പേജ്. ഹോം പേജ്. അല്ലല്ല, ഇത് ആഡിന്റെ ലാൻഡിംഗ് പേജ്. ആഡിന് I see. എന്തിനാണ് വേറെ ലാൻഡിംഗ് പേജ്? അല്ലല്ല, അങ്ങനെയാണ്. വേണം അത്, അങ്ങനെയാണ്. സെയിം സിറ്റുവേഷനാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് ഇപ്പൊ. ആ, അപ്പൊ പിന്നെ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ, ചില സമയത്ത് ഇപ്പൊ നമ്മൾ ആഡ് എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഫീച്ചറിനെ ഹൈലൈറ്റ് ചെയ്തിട്ടാവും. ഉം. അതായത് ഇപ്പോൾ ഒരു ആഡിൽ തന്നെ എല്ലാ ഫീച്ചറും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പറ്റില്ല. പക്ഷെ ആ ഫീച്ചറിൽ ആള് ഹുക്കാണെങ്കിലും അയാൾ വന്നിട്ട് ബാക്കി എന്താ പ്രോഡക്റ്റ് എന്നും കൂടി മനസ്സിലാക്കണ്ടേ? അല്ലാതെ ആ ഉം. ഫീച്ചറിനെ മാത്രം കുറിച്ച് മനസ്സിലാക്കിയാൽ മതിയോ? ഉം. അല്ലേ? അതെ. ഇപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ എൻ്റെ പ്രോഡക്റ്റിൽ ഇപ്പോൾ ഒരു ഫീച്ചർ എന്താ വെച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഈ ടൂളിലുള്ള നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ ഞങ്ങൾ നിങ്ങളുടെ ഫാമിലിക്ക് അയച്ചു കൊടുക്കും ഉം. എന്നൊരു ഫീച്ചറാണ് വയ്ക്കുക. അത് വൺ ഓഫ് ദ മെനി ഫീച്ചേഴ്സ് ആണ്. പക്ഷെ ആ ഫീച്ചർ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ആഡിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഉം. അപ്പോൾ ആൾക്കാർ അത് ചിലപ്പോൾ അത് കാണുമ്പോൾ, ഓ ഇത് നമുക്ക് ആവശ്യമുള്ളതാണല്ലോ, ക്ലിക്ക് ചെയ്തു. അയാൾ ആ ഫീച്ചറിനെ മാത്രമല്ലല്ലോ ഉം. പിന്നെ നോക്കുന്നത്. നമ്മൾ പിന്നെ പറയേണ്ട എന്താണ്, ഇതൊരു പ്രോഡക്റ്റാണ്, അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനാൻസ് ട്രാക്ക് ചെയ്യാം, അതിനുള്ള പ്രോഡക്റ്റാണ്. അതിൽ അവസാനം ഇതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിക്ക് അയച്ചു അതെ. കൊടുക്കുന്നല്ലേ വേണ്ടത്? അതെ. അല്ല, എനിക്ക് ലാൻഡിംഗ് പേജ് വേണം, ഈ ഫീച്ചറിനെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് വാതോരാ സംസാരിക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കാം. ഞങ്ങൾക്ക് ഒരു ലാൻഡിംഗ് പേജ് വേണം. വേണം. എന്തിനാണ് നമുക്ക് അങ്ങനെ ആയാൽ പറ്റില്ല. ആഡിന് ലാൻഡിംഗ് പേജ് ഉണ്ടായാൽ പറ്റും. അപ്പൊ അങ്ങനെ ഓരോ ഫീച്ചർ ആഡ് ചെയ്യുമ്പോൾ ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യും അല്ലേ? ഓക്കെ. നമ്മൾ നിർത്തിയത് കാരണം നമ്മൾ ശക്തി പിടിച്ച് വേണ്ടാന്ന് വെപ്പിച്ചു. ഇപ്പൊ പിന്നെ മീൻസ് ഒരു രക്ഷയില്ലെങ്കിൽ പിന്നെ ഓക്കെ പറയും. എന്നിട്ട് അതെന്ന് വെച്ച് കാണിച്ചു കൊടുക്കണമല്ലോ, അതുകൊണ്ട് വലിയ ഗുണമൊന്നും ഇല്ല എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ ലാൻഡിംഗ് പേജ് ചെയ്ത് കൊടുക്കാതിരുന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ അത് നിർത്തി. കാരണം അവർക്ക് മനസ്സിലായി, അവരെ കൊണ്ട് ഹോം പേജ് വന്ന ആൾക്കാർക്ക് ഫുൾ പ്രോഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അതെ. ആരാ പറഞ്ഞെന്ന് എനിക്കല്ല, ഡിസൈൻ ഇസ് മോർ ഓഫ് സബ്ട്രാക്ഷൻ ദാൻ അഡീഷൻ എന്ന് പറയും. ആരോ പറഞ്ഞതാ. അല്ല, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഇതൊക്കെ നമ്മൾ എപ്പോഴും ചില, അതായത് നമ്മൾ യു ഹാവ് ടു ഓൾസോ ചൂസ് ദ ബാറ്റിൽസ്. എല്ലാ ബാറ്റിലും പോയിട്ട് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ പറ്റും. അതെ. നമ്മുടെ കാറ്റ് പോയില്ലേ? അതെ. അപ്പൊ കുറെയൊക്കെ ഓക്കെ,
ഏഹ്. ഉം. ചിലതൊന്നും ഒട്ടും പറ്റൂലെങ്കിലാണ് പറ്റൂലാന്ന്. പറയേണ്ടി വരും. എല്ലാത്തിനും പോയി നോ പറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമാണ്. അതെ, അത് ശരിയാ. എനിക്ക് തോന്നുന്നു ആ സ്കില്ലുകളൊക്കെയാണ് ഡിസൈനേഴ്സിനെ പഠിപ്പിക്കേണ്ടത്. അല്ലാതെ ടൂൾസും ബാക്കി പ്രോസസ്സൊക്കെ പാഷൻ ഉണ്ടെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്തെടുക്കാം. പക്ഷെ ഇങ്ങനത്തെ ഈ സോ കോൾ സോഫ്റ്റ് സ്കിൽസ് ഉണ്ടല്ലോ, കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ നെഗോഷിയേഷൻ സ്കിൽസ്, അതൊക്കെയാണെന്ന് തോന്നുന്നു ഡിസൈനേഴ്സിനെ പഠിപ്പിക്കേണ്ടത്. അതെവിടെയും പഠിപ്പിക്കുന്നില്ല, അൺഫോർച്ചുനേറ്റ്ലി. അതൊക്കെ പഠിപ്പിക്കുക എന്ന് പറയണതും അതും ബുദ്ധിമുട്ടാണ്. യെസ്, ആ റിയൽ സിനാരിയോ, റിയൽ ബാറ്റിൽ ചെന്ന് വിടുമ്പോഴേ പഠിക്കുന്നുള്ളൂ അല്ലെ. അതെ അതെ. അല്ല, ആ ബാറ്റിലും ഏതിനാ ശരി പറയേണ്ട ഏതിനാ വേണ്ടാത്തതൊന്നും കൂടി നമ്മൾ പഠിക്കണ്ട. അത് അതെ, എനിക്ക് തോന്നുന്നത് അത് പോയിട്ട് തന്നെ പഠിക്കണം. പഠിക്കണം. ആദ്യത്തെ കുറേ ദിവസം എല്ലാത്തിനും യെസ് പറയുമ്പോൾ നമുക്ക് അവിടെ മനസ്സിലാവും ഉം. അടപ്പ് തെറിക്കുമ്പോഴേ. അപ്പൊ നമുക്ക് തന്നെ പഠിക്കും. അതെ, അപ്പൊ അപ്പൊ പിന്നെ അവിടെയാണ് ഈ അത് ഞാൻ പറയണത്. അക്കാഡമിയും ഇൻഡസ്ട്രിയും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ, ഒരു ഗ്യാപ്പ്. അത് കുറച്ചിട്ട് ഡിസൈൻ സ്കൂൾസ് ഷുഡ് ബി പാർട്ട് ഓഫ് ഇങ്ങനത്തെ ആ, ഓർഗനൈസേഷൻസ് എന്ന് എനിക്ക് തോന്നുന്നു. അതിപ്പോ അല്ലാതെ ഇതൊരു ഇൻഡിപെൻഡന്റ് പാർട്ടല്ലെങ്കിൽ എൻറ്റിറ്റി. കൂടെ പാർട്ടല്ലെങ്കിൽ കൂടെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ചു കാലം ഒരു നമുക്ക് ജോലി, അതായത് ഈവൻ ശമ്പളം പോലും അധികം പ്രതീക്ഷിക്കാതെ ഇതൊക്കെ പഠിക്കാൻ വേണ്ടി, അതായത് ഇൻഡസ്ട്രി എങ്ങനെയാണെന്ന് പഠിക്കാൻ കുറച്ചു കാലം നമ്മൾ ചെലവഴിക്കണം. ഡിസൈനേഴ്സ് ആരായാലും, പക്ഷെ പ്രത്യേകിച്ച് ഡിസൈനേഴ്സ്, കാരണം അതെ, സോഫ്റ്റ് സ്കിൽസ് ആവശ്യമുള്ളത് അവർക്കാണ്. അതെ, ഡെവലപ്പേഴ്സിന് കൂടുതൽ. എനിക്ക് തോന്നുന്നില്ല അത്ര സോഫ്റ്റ് സ്കില്ലിൻ്റെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഡിസൈനേഴ്സ് ആണെങ്കിലും കുറച്ചു കാലം, ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു സിനിമ എടുക്കുമ്പോൾ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കുറച്ചു കാലം ഇതതിന് ശേഷമല്ലേ അവിടേക്ക്, അതല്ലേ ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ പഠിത്തം കഴിഞ്ഞ് ഉടനെ തന്നെ ഡയറക്ടർമാരായ ആൾക്കാരുണ്ട്, സമ്മതിച്ചു, ഇല്ല. പക്ഷെ മാക്സിമം ആൾക്കാർ ഇങ്ങനെ വരുമ്പോഴാണ് അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ട് പിന്നെ നമ്മൾ എത്തുന്നത്. അതേപോലെ തന്നെ ആയിരിക്കണം. ആദ്യം തന്നെ ഞാൻ പോയിട്ട് ഡയറക്ടർ ഓഫ് ഡിസൈൻ ആവണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ട് കുറച്ചു കാലം ഒന്ന് പണി അറിയാവുന്ന ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്ത് പഠിച്ച് അതിനെക്കുറിച്ചും പഠിച്ചിട്ട് വേണം പിന്നെ നമ്മൾ നീങ്ങാൻ. ഓക്കെ, സത്യം. ഉം. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ സമയം ടൈം ചെക്ക്. സിഡ്നിയിൽ സമയം എത്രയും 7 ആയോ? 5:30? ഇല്ല, ഇപ്പം 4 മണി, 4 മണി ആയിട്ടുള്ളൂ വൈകുന്നേരം അല്ലേ? 4 മണി. ആ. അപ്പോൾ അതേപോലെ തനിക്ക് രാവിലെയാണ് എനിക്ക് നല്ലത്, ആ, കാരണം ഈ ലൈറ്റും എനിക്ക് ഈ നൈറ്റ് നല്ല. സൺലൈറ്റ് കിട്ടും എനിക്ക്. ആ, നല്ല. അതെ, അല്ലേ? പക്ഷെ തനിക്ക് ലേറ്റ് ആവും തോറും എനിക്ക് ലേറ്റ് ആവും, പിന്നെ അതെ, എനിക്ക് അതെ, ഡാർക്കാവും. അതെ, അതെ. അപ്പോൾ അപ്പോൾ എപ്പോഴും നല്ലത് എനിക്ക് ഈ ടൈമാണ്. നമ്മളിനി മുന്നോട്ട് പോകുമ്പോൾ ഇത് ചെയ്യുകയാണെങ്കിൽ അതെ, തൻ്റെ 10 മണിക്ക് തുടങ്ങുന്നത് തന്നെയാണ് നല്ലത് അല്ലേ? ബെസ്റ്റ്. ഉം. അപ്പോൾ എനിക്കും ഒരു കുഴപ്പമില്ലാത്ത ഡേ ലൈറ്റും ഒക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ഉം. പറഞ്ഞ മാതിരി എൻ്റെ എനർജി ലെവല് ഡൗൺ ആയി ഉണ്ടാവില്ല. ഓക്കെ. പിന്നെ നമ്മളൊരു ടൈം ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആ, ഇനി 5 മിനിറ്റ് കൂടെ ഉള്ളൂ തോന്നുന്നു. ഉള്ളു ഉള്ളു. അതെ, അതെ. ഉം. 33 ആയി. ഓക്കെ. എന്റെയും പെട്ടെന്ന് അതെ. ഇപ്പൊ ഏതാ സിനിമ കണ്ടത് അടുത്ത്? അയ്യോ, ഞാൻ സിനിമയൊന്നും കണ്ടിട്ടില്ല. ഞാൻ പാട്രിയറ്റ് കാണാൻ പോവാന്ന് വിചാരിച്ചു. പിന്നെ അയ്യോ, അത് അപ്പൊ അത് അയ്യോ, നല്ല ഞാൻ തല വെച്ചതാണ്. നല്ല റിവ്യൂ അല്ല. ആ. അയ്യോ ദെൻ അയ്യോ, ഞാനെന്ന് വെച്ചാൽ മിക്സ്ഡ് റിവ്യൂസ് ആണ്. അതായത് കോക്ക് എന്ന് പറഞ്ഞൊരു ചങ്ങായി ഉണ്ട്, അയാളാണ് ഞാൻ അതെ, അതെ. അശ്വിൻ കോക്ക് അല്ലേ? കേൾക്കാറ്. ആ. ആ, അശ്വിൻ കോക്ക് നന്നല്ല എന്ന് പറഞ്ഞു. പിന്നെ മറ്റേ അവരുടെ തന്നെ വേറെ ആൾക്കാരും മറ്റേ ആൾക്കാർ ഉം. പറഞ്ഞു, എന്താ ഉണ്ണി ഉണ്ണി വ്ളോഗ്സ് പറഞ്ഞു കുഴപ്പമില്ല. ആ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തെങ്കിലും ഇനിയിപ്പോൾ കോക്ക് മോഹൻലാൽ ഫാൻ ആയത് കൊണ്ടാണോ അതങ്ങനെ ഉം. പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയി. ഉം. അയ്യോ, ഒരു രക്ഷയില്ല. വൺ എനിക്ക് ഫിഫ്റ്റി അവസാനം ക്രോഡ്സ് മൈഗ്രെയിൻ അടിച്ച് എനിക്ക് തലയൊക്കെ വേദനിക്കാൻ തുടങ്ങിയിട്ടേ. ഈ അത്ര ചെങ്ങായി, മോശമാണോ? അയ്യോ, ഫഹദ് ഫാസിൽ ഇപ്പൊ 2-3 സിനിമയായിട്ട് ഉം. ഒരു രക്ഷയില്ല കേട്ടോ. ഉം. ഓവർ ആക്ടിങ് തകർത്തോണ്ടിരിക്കുക. പക്ഷെ അത്, ഫഹദിനെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ മഹേഷ് നാരായണൻ നല്ല ഡയറക്ടർ അല്ലേ? ഇപ്പൊ എന്താ പറയാ, നല്ല ഡയറക്ടറൊക്കെ ആണെങ്കിലും കണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഒരു 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 ഇത് വേണ്ടേ. ഭാര്യ ഉറങ്ങിപ്പോയി. ആ, ഓക്കെ. പിന്നെ ഇവർ രണ്ടുപേരുള്ളോണ്ടേ ഇവർ രണ്ടുപേരെ ഒന്ന് പൊലിപ്പിക്കണമല്ലോ. അപ്പൊ അല്ല, അതിനു വേണ്ടി അത് ഇല്ലാത്ത കുഴപ്പ കുറച്ച് അല്ല, അതൊന്നും കുഴപ്പമില്ല. ഉം. അതായത് ലാലേട്ടൻ വരുന്നുണ്ട് ഒരു ഒരു കീ സമയത്ത് വന്ന് മൂപ്പര് ഇതാക്കി ചെയ്ത് എന്നിട്ട് പിന്നെ മൂപ്പര് മരിക്കണതൊക്കെയാണ്, അതൊന്നും ഓ. കുഴപ്പമില്ല ഉം. ആക്ച്വലി. പക്ഷെ മൊത്തം പടം എടുത്തു കഴിഞ്ഞാല് ഉം.
ഇത് അതിൽ ഒരു സംഭവം അവർ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനിപ്പോ എന്താ പറയുക, ദുബായിക്കും UK-ലേക്കും അവിടേക്കും ഇവിടേക്ക് പോയി ഭയങ്കര കട്ട്, ഷാർപ്പ് കട്ട്, ജെർക്ക് ക്യാമറ. എനിക്ക് പറ്റില്ല. എനിക്ക് അല്ലേ? തലവേദനിക്കാൻ തുടങ്ങി അവസാനം ആയപ്പോഴേക്കും. അതാ പിന്നെ ഈ ഞാനപ്പോ ചങ്ങായിയുടെ അലർച്ച. അതെ 3 hours ഒരു ഉം. ഹാഫ് എ ഡേ പോവുക ഒരു സിനിമയ്ക്ക്. അത് അപ്പൊ അതുകൊണ്ട് തിയേറ്ററിലൊക്കെ പോയി കാണുന്നതൊക്കെ ഇപ്പൊ വളരെ കുറവാണ്. ഇപ്പ ഞാൻ ഇന്നലെ ഇത് കണ്ടു, സ്പാ. സ്പാ അതൊരു അഡൾട്ട് കോമഡിയാണ്. കോമഡി ആണല്ലേ? അഡൾട്ട് കോമഡിയാണ്. ഈ എബ്രിഡ് ഷൈൻ്റെ. ഹൈബ്രിഡ് ഷൈന. അത് ദൃശ്യം കുഴപ്പമില്ല, 3. രസമില്ല. ദൃശ്യം 3 കാണണം, കുഴപ്പമില്ല. എല്ലാവരും നല്ല അഭിപ്രായമല്ലേ പറഞ്ഞു. പക്ഷെ അതെ അത് അതെ. തിയേറ്ററിലേക്ക് ഇനി കുറച്ച് കാലം കഴിഞ്ഞിട്ട് പോകുന്നുള്ളൂ. അതിന്റെ ക്ഷീണം മാറിയിട്ട്, പേട്രിയറ്റിന്റെ ക്ഷീണം മാറിയിട്ടില്ല. മാറിയിട്ടില്ലേ? ഉം. ഏതെങ്കിലും ഷോ ഏതെങ്കിലും കാണാറുണ്ടോ? ഷോ ഇൻ ദ സെൻസ് സീരീസ്? സീരീസ് ഒക്കെ നിർത്തി. സീരീസ് ഒരെണ്ണം കണ്ടു തുടങ്ങി കഴിഞ്ഞാലേ പിന്നെ അഡിക്ഷൻ വന്ന് അതിലേക്ക് പോകും. ശരി, ഇപ്പൊ അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല. ഇപ്പൊ OTT ഒക്കെ എന്നൊക്കെ മാറി നിൽക്കുക. അതെ. അതെ ആ, അതെ. അത് ശരി. ചാലഞ്ചിങ് ആണെന്ന് തോന്നും. പിന്നെന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ടീംമേറ്റ്സ് ഒക്കെ സംസാരിക്കുമ്പോൾ പലരും പല സീരീസ് കാണും. അപ്പൊ നമുക്കൊരു ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് വന്നിട്ടാണ് നമ്മൾ പല സീരീസ് കണ്ടു തുടങ്ങുന്നത്. ഇപ്പൊ ഉം, അങ്ങനത്തെ ഉം. പ്രശ്നമില്ല. ഉണ്ട്, ടീംമേറ്റ്സ് ഒക്കെ പറയുമെങ്കിലും അവരൊക്കെ ഉം. നമ്മൾ അധികം ഒന്ന് സീരീസ് കാണുന്ന ടൈപ്പ് അല്ല. മിക്കവാറും അല്ല, ആ, സിനിമകളെല്ലാം കാണും. ആ. ദൃശ്യം 3 ലൈക്ക് കണ്ടോ? ദൃശ്യം 3 കാണണം. അത് ഉം. ഇങ്ങനെ ഇരിക്കുവായിരുന്നു. തിയേറ്ററിൽ പോയി അത് കാണാൻ ശരി. വൈഫിന് താല്പര്യമില്ല. പിന്നെ ഓക്കെ ഫൈൻ, ഓ, OTT വരട്ടെ, ഇനി വന്നിട്ട് 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 കാണാം. കണ്ട. ആ, പണ്ട് നമ്മൾ പറയായിരുന്നു പോയിട്ട് കാണണോ വന്നിട്ട് വന്നിട്ട് കാണണോന്ന്. കാണണ്ട. പോയിട്ട് തന്നെ തിയേറ്ററിൽ പോയി കണ്ടു, വന്നിട്ട് വന്നിട്ട് OTT-യിൽ വന്നിട്ട് അപ്പം വന്നിട്ട് കാണാം എന്നല്ലേ. വന്നിട്ട് കാണാം, വന്നിട്ട് കാണാം. ശരി. അങ്ങനെ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഉം. ടൈംസ് അല്ലേ. ഉം. ഉം. അല്ല, ഉമേഷ് AI കുറിച്ച് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ലാസ്റ്റ് ടൈം നമ്മൾ കണ്ടപ്പോഴേ നമുക്ക് ഈ ഉം. ഇയറും കൂടെ പിടിച്ചു നിൽക്കണം. 2027 ആകുമ്പോൾ എല്ലാം മനസ്സിലാവും ഇതിലൊന്നും കാര്യമില്ലെന്ന്. ആ, പോപ്പ് ലിയോ AI-ക്കെതിരെ ഒരു വലിയൊരു ആ, ന്യൂസ് എന്നല്ല, അതിനെന്താ പറയാ, പോപ്പിന്റെ ലേഖനം എന്നൊക്കെ പറയില്ല, ഒരു പെർട്ടിക്കുലർ വേർഡ് ആ, ഇറക്കിയിട്ടുണ്ട്. ഫുൾ വായിക്കണം എനിക്ക്. ബട്ട് അതല്ല, ആ. അപ്പാർട്ട് ഫ്രം ദാറ്റ്, എയർബിഎൻബിക്ക് എന്ത് സംഭവിച്ചു വെച്ചാൽ അവരവരുടെ ക്ലോഡ് സബ്സ്ക്രിപ്ഷൻ എക്സോസ്റ്റഡ് ആയി 2 months. മനസ്സിലായ? ഊബർ 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 ഊബറും ഊബറും സെയിം ആ, അല്ലേ? ആ. അങ്ങനെ സിമിലർ കുറെ വേറൊരു കേസ്, കമ്പനിയും കുറെ കൂടി ഉണ്ടായിരുന്നു. കുറെ കേസുകൾ. ആ, അത് ഇത് എക്സോസ്റ്റ് ചെയ്യുന്നതല്ല പ്രശ്നം. പക്ഷെ അവര് AI ജനറേറ്റഡ് ആയിട്ടുള്ള കോഡ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു സ്ലോപ്പ്. സ്ലോപ്പ് മാത്രമല്ല, അപ്ഗ്രേഡ് ഇപ്പൊ എന്ന് വെച്ചാൽ വെറുതെ കഴിയാറായി തോന്നുന്നു അല്ലേ. കഴിയാൻ വരുന്നത്. അതാണ് മെയിൻ ചാലഞ്ച്. ഇപ്പൊ നമുക്ക് വരുന്ന ഉം. ഞാൻ കൺസൾട്ട് ചെയ്യുന്ന ഒരു കമ്പനിയിലെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പലരും വൈപ്പ് കോഡ് ചെയ്ത് പല ടൂളുകൾ ക്രിയേറ്റ് ചെയ്യുന്നു ഇന്റേണലി. അപ്പൊ ആ, അതിന്റെ ഇഷ്യൂസ്, കുറെ ആർക്കിടെക്ചറൽ അതെ, അതെ. ഇഷ്യൂസ്, അതായത് ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറെ ഇഷ്യൂസ്. അപ്പൊ അത് നമ്മൾ ഉം. ഡെവലപ്പേഴ്സ് ഇരുന്ന് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഒരു മേജർ ചങ്ക് ഓഫ് വർക്ക്. ഇപ്പോൾ കുറെ അങ്ങനത്തെ ഉം. പ്രോജക്റ്റുകൾ ഉണ്ട്. അപ്പോൾ ആ സിസ്റ്റംസ് ഒക്കെ. തിങ്കിങ് ഒക്കെ ഉള്ള ഡെവലപ്പേഴ്സിന് ഈസി ആയിട്ട് ചെയ്യാം. പിന്നെ ഈ ടോക്കൺ ലിമിറ്റ് പലതിലും ഉണ്ട്. ഗ്രോക്കിൽ ടോക്കൺ ലിമിറ്റ് ഇല്ലാന്ന് കേട്ടത്. ശരി. അതൊക്കെ വരും ഇഷ്ട. ആ, അതൊക്കെ ഇപ്പോഴല്ലേ പിന്നെ അത്. പിന്നെ ഇത് AI കമ്പനീസ് ഒക്കെ ഉണ്ടെങ്കിലും വിൽ ദിസ് ബി a പ്രോഫിറ്റബിൾ ബിസിനസ്? ChatGPT, ഓപ്പൺ AI ആയിക്കോട്ടെ, ഇത്രയും ബേൺ എല്ലാത്തിനും ചെയ്ത് അതിൻ്റെതായിട്ടുള്ള ഒരു 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 യൂസ് ഉണ്ട്. ഉണ്ട്. പക്ഷെ അത് ഓവർ ഹൈപ്പ് അടിച്ച് അത് അത് മതി, അതാണ് ഈ സഹിക്കാൻ മേലെ പറ്റുന്നത്. വേറൊന്നും വേണ്ട, അതാണ് പ്രശ്നം. കമ്പനിയിൽ എല്ലാത്തിനും. ഡിസൈനേഴ്സ് ആർ ഡെഡ്, പവർ പോയിന്റ് അതെ, ആ ഡിസൈനേഴ്സ് ആർ ഡെഡ്, ഡെവലപ്പേഴ്സ് ആർ ഡെഡ്, എല്ലാം ഡെഡ്. അതെ, അതെ, എല്ലാം അത് ഉണ്ട്. കാണുമ്പോഴാ ഇനി ആരുടെ ആവശ്യമില്ല. ഒരാവശ്യമില്ല. ആ. അതൊക്കെയാണ് പ്രശ്നം. അത് എല്ലാത്തിനും അതിൻ്റെതായ ഒരു യൂസ് ഉണ്ട്. ഉം, അപ്പൊ അത് അതിലേക്ക് എത്തണം. അതെ. അത് പറഞ്ഞ മാതിരി വി ഹവ് ടു ചൂസ് ദ ബാറ്റിൽസ്. എല്ലാം നമുക്ക് ഇതാക്കാൻ പറ്റൂല. പക്ഷെ ഉം, അവസാനം അത് മനസ്സിലാക്കി എല്ലായിടത്തേക്കും അവിടേക്ക് എത്തണം. അതിന് കുറച്ച് അതെ. സമയം പിടിക്കും. അതുവരെയ്ക്കും നമുക്ക് സർവൈവ് ചെയ്യണം. അതിന് മുമ്പ് അതെ ചാവരുത്. അത്രേ ഉള്ളൂ. അതെ അതാണ് അതെ. പ്രശ്നം. എൻ്റെയൊക്കെ ബാംഗ്ലൂരിലെ 2-3 ആൾക്കാരുടെ ഒക്കെ ഈ ആ ഫ്രീലാൻസിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പണിയൊക്കെ ഉം, പോയിട്ട് ഇരിക്കുകയാണ്. പക്ഷെ എന്താ ഉം, ചെയ്യുക, സർവൈവ് ചെയ്യണം. കുറച്ചും കൂടി കാലം കഴിയണം. അതെ. അല്ലെ, അത് കഴിഞ്ഞിട്ട് ഇല്ലസ്ട്രേറ്റേഴ്സിനൊക്കെ ഹയർ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല ഇപ്പൊ. അല്ലെ, നമ്മളിപ്പോ ഉം, ഈ ഇല്ലസ്ട്രേറ്ററുടെയും 3D മോഡലറുടെയും എല്ലാവരുടെയും വർക്ക് ചെയ്യുന്നത്. കംപ്ലൈന്റ് പറയല്ല, ഉം, പക്ഷെ നമുക്കത് ചെയ്യാൻ ഉം, പറ്റുന്നുണ്ട്. പ്രോപ്പർ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗും ബേസിക് ഉം, ടൂൾസ് നോളജും വെച്ചിട്ട്, ടൂൾസ് വെച്ചിട്ട്. ഉം, അപ്പൊ അതൊരു ചാലഞ്ചിങ് ആണ്. പിന്നെ ഉം. ടീം എക്സ്പാൻഷൻ, പുതിയ റിസോഴ്സിനെ ചോദിക്കുമ്പോൾ AI ഉണ്ടല്ലോ എന്നാ ചോദിക്കുന്നത്. AI ടൂൾസ് വെച്ച് ചെയ്യാൻ ഉം. പറ്റില്ലേ?
പിന്നെ പുതിയ ടെർമിനോളജീസ് ഫോർവേഡ് ഡിപ്ലോയിഡ് ഡിസൈനർ, ഫോർവേഡ് ഡിപ്ലോയിഡ് എഞ്ചിനീയർ, അതായത് AI നേറ്റീവ് ആയിട്ടുള്ള ഡിസൈനേഴ്സ് എഞ്ചിനീയേഴ്സ്. ഇതൊക്കെ വരും. ഇതൊക്കെ കഴിഞ്ഞ് അവസാനം ഇപ്പൊ ഇന്നലെ വൈഫ് പറയായിരുന്നേ, ഇവരുടെ എല്ലാ വർക്കും ഇവിടുന്ന് ഇന്ത്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഇനി ഇവിടെ ആരെയും ഓസ്ട്രേലിയയിൽ ആരെയും ഹയർ ചെയ്യുന്നില്ല. കംപ്ലീറ്റ് പുതിയ ഓപ്പണിങ്സ് ഒക്കെ മനീല, ആക്ച്വലി മനീല ഫിലിപ്പീൻസ്. ആൻഡ് ഡൽഹി അതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ തന്നെ ചില ആൾക്കാരെ പറയുന്നുണ്ട്, ഈ ഈ ഈ ജോബൊക്കെ, അതായത് സം സ്പെസിഫിക് ജോബ്, അത് ഇവർക്ക് ഇവിടെ ആവശ്യമുള്ളതാണ്. ഇതിനൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് മോശമല്ലേ എന്ന് ചോദിക്കുമ്പോൾ പറ്റില്ല പറ്റില്ല. ഇനിയിപ്പോൾ അപ്പം ഞാൻ പറയായിരുന്നു, ഇനിയിപ്പോൾ കുറച്ച് കാലത്തിന് എല്ലാം മെന്നിലേക്ക് ഇന്ത്യയിലേക്കും പോകും. പിന്നെ ഒരു കൊല്ലം, ഒരു 1.5 കൊല്ലം കഴിയുമ്പോൾ മനസ്സിലാവും, അത് ശരിയാണല്ലോ, വർക്കൗട്ട് ആവുന്നില്ല പറഞ്ഞിട്ട് തിരിച്ചിങ്ങടനെ കൊണ്ടുപോകും. വരും. എന്നിട്ട് പിന്നെ ഒരു 1.5-2 കൊല്ലം അങ്ങനെ പോകും. അപ്പോൾ പുതിയ വല്ല CEO അല്ലെങ്കിൽ പുതിയ വല്ല ആൾ വന്നിട്ട് പറയും, ഇതൊന്നും ശരിയാവില്ല, ഇനി തിരിച്ച് ഇന്ത്യക്ക് പോകണം പറയും. അപ്പം എല്ലാം ഒരു എന്താ പറയുക, ഒരു സൈക്കിളാണ്. അതിൽ നമ്മളിങ്ങനെ ചാവാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതാണ് പറ്റൂ. അതെ, അതാണ് ബെസ്റ്റ് സ്ട്രാറ്റജി. പിന്നെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, എനിക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് തോട്ട്സ് ഉണ്ട്, കുറച്ചുകൂടി ഇൻഡെപ്ത് തോട്ട്സ് ഉണ്ട്. അത് നമുക്ക് അടുത്ത കോളിൽ ഒന്നും കൂടിയും നമുക്കൊന്ന് ഇരിക്കുക ഇതിനെ കുറിച്ചിട്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഓർഗനൈസേഷനിലൊക്കെ എന്താണ് നടക്കുന്നത്, എങ്ങനെയാണ് നമ്മളതിലും ഹൈപ്പൊക്കെ മൂത്ത് പിന്നെ കുറച്ച് ടേപ്പറൊക്കെ ആയി അങ്ങനെയൊക്കെ വന്നുള്ള തന്നെയാണ്. അല്ല, ഫിൻടെക്കില് AI അഡോപ്ഷൻ ഒക്കെ വളരെ കുറച്ചും കൂടെ സ്ലോ ആണെന്ന് തോന്നുന്നു അല്ലേ? പെട്ടെന്ന് അങ്ങ് കയറി. അങ്ങനെയല്ല, എല്ലാം ഉണ്ട്. അതാ ഞാൻ പറഞ്ഞു, അത് നമുക്കൊന്ന് ഒന്നിരിക്കുക, അടുത്ത പ്രാവശ്യം ഇതിന്റെ മേലെ ഒന്നിരിക്കാം നമുക്ക്. തീർച്ചയായും. അപ്പൊ നമ്മുടെ ഈ എല്ലാ മാസം എങ്ങനെയാണ് നമ്മൾ സംസാരിക്കാൻ പോണ അതെ, നമുക്ക് എല്ലാ മാസവും കണ്ടന്റിന്റെ ഈ ഇത്രയും ഇഷ്ടം പോലെ കണ്ടന്റ് ഉണ്ട് നമുക്ക് സംസാരിക്കാൻ തോന്നുന്നു. അത് നമുക്ക് ട്രിഗർ ആവും. നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ഈ മാസം ഇന്ന് വെച്ചു, അടുത്ത മാസം അങ്ങനെ വേണ്ട. ചിലപ്പോ 2 വീക്സ് കഴിഞ്ഞ് നമുക്ക് തോന്നുകയാണെങ്കിൽ തോന്നുകയാണെങ്കിൽ ഓക്കെ. എന്തായാലും നമ്മൾ നല്ല കാര്യം എന്താ ചെയ്തത് വെച്ചാൽ, ഒരു ഡേറ്റ് അഡ്വാൻസ് ആയിട്ട് നമ്മൾ ബുക്ക് ചെയ്തു. അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാലോ. അല്ലെങ്കിൽ നമുക്ക് നാളെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പറ്റൂല. അപ്പൊ നമുക്കൊരു 1 വീക്കോ ഒരു 2 വീക്സോ മുമ്പ് തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടുകയാണെങ്കിൽ, പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ. ഇനി നമുക്ക് ഇരുന്ന് എഡിറ്റ് ചെയ്യണം. പിന്നെ നമുക്കൊരു നല്ലൊരു ഐഡന്റിറ്റി ഡിസൈൻ ചെയ്യണം. ഞാൻ കുറച്ച് സ്കെച്ചൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊരു സ്ലോപ്പ് പോലെ തോന്നി, അതുകൊണ്ട് ഞാൻ എടുത്തു വെച്ചിരിക്കാം. കുഴപ്പമില്ല, ആദ്യത്തെ സ്ലോപ്പ് ആയിക്കോട്ടെ, പിന്നെ ബെറ്റർ ആക്കാലോ. അതെ. അപ്പൊ ശരി തന്നെ. അപ്പൊ ശരി. കാണാം. താങ്ക്സ്, ബൈ.